നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. എതിർക്കാം, വിമർശിക്കാം, പകവീട്ടാം. ഇത് രാഹുൽ ഈശ്വറാണ്. താൻ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ 100% ആത്മാർത്ഥതയോടെ അയാൾ പൊരുതും. അയാൾക്ക് മുൻപിൻ നോട്ടങ്ങളില്ല. അയാളുടെ കണ്ണിൽ അയാളുടെ ശരി മാത്രം. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെയുള്ള ശത്രുക്കളുടെ നിര കൂടും. ദിലീപ് വിഷയത്തിൽ, ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ, ഒടുവിലിത രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എല്ലാത്തിനും തൻ്റേതായ നിലപാടുയർത്തി പോരാടുന്നവനാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ പോരാട്ടങ്ങൾ ശരിയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഡിസംബർ 8 വരെ കാത്തിരിക്കണം. ഡിസംബർ 8 ദിലീപ് കേസിൻ്റെ വിധി. എന്നാൽ രാഹുൽ ഈശ്വർ മറ്റൊരു പ്രതീകമാണ്. ഇര എന്ന പേരിൽ ചൂണ്ടയിൽ കോർത്ത് പോലീസിനും കോടതിക്കും മാധ്യമങ്ങൾക്കും സമൂഹങ്ങൾക്കും വലിച്ചു കീറാൻ എറിഞ്ഞുകൊടുക്കുന്ന ഒട്ടനവധി കേസുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പലതും വ്യാജ അതിജീവിതകളും വ്യാജ ഇരകളും. അവർക്കെതിരെ അതിശക്ത നിലപാടെടുക്കാൻ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർക്ക് പലപ്പോഴും കഴിയും. ഇവിടെയാണ് രാഹുലിന് വലിയ പിന്തുണ ലഭിച്ചത്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ ഈശ്വർ എടുത്ത നിലപാട്, അതിന് നിങ്ങൾക്ക് വിമർശിക്കാം, അനുകൂലിക്കാം. രാഹുൽ ഈശ്വറിൻ്റെ ഏതെങ്കിലും വെളിപ്പെടുത്തലുകൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണോ? അതൊക്കെ വിലയിരുത്താനുള്ള കഴിവ് സമൂഹത്തിനുണ്ട്. ഇവിടെ നമ്മൾ ചില ചിത്രങ്ങളിലൂടെ കടന്നു പോകണം. ഇന്നലെ പൊടുന്നനെ സൈബർ പോലീസ് രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ രാഹുൽ ഈശ്വറിൻ്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസം. എന്നാൽ കേരളം അത്ഭുതപ്പെട്ടത് രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞ കാഴ്ചയാണ്. രാഹുൽ ഈശ്വർ കൊളുത്തിവിട്ട അതേ ആർജവം ഭാര്യയുടെ മുഖത്ത്. സാധാരണഗതിയിൽ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഭയന്നു വിറയ്ക്കുന്ന ഭാര്യയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദീപ എന്ന വനിതാ പോരാളിയെ നമ്മൾ കാണുന്നു. രാഹുൽ ഈശ്വർ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടാൽ ആ പോരാട്ടം താൻ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വനിത. ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ വിമർശിക്കാൻ കഴിയും. സ്ത്രീ അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കാൻ കഴിയുക എപ്പോഴും പുരുഷന് നേർക്ക്. അതുകൊണ്ട് തന്നെ ദീപ കളത്തിലിറങ്ങിയാൽ പലരും ഭയക്കും. രാഹുൽ ഈശ്വർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ മറുവശത്ത് ദീപ മാധ്യമങ്ങൾക്ക് മുന്നിൽ നട്ടെല്ലുയർത്തി നിന്നു. വീണ്ടും അവർ സർക്കാരിനെ ചോദ്യം ചെയ്യുന്നു. ഭരണകൂട ഭീകരത തുറന്നു കാട്ടുന്നു. പോലീസ് അതിക്രമങ്ങൾ അവർ എണ്ണി പറയുന്നു. ഇരയ്ക്കും വേട്ടക്കാരനുമിടയിൽ പലതും മറഞ്ഞിരിക്കുന്നു. അതിൻ്റെ സത്യവും അസത്യവുമൊക്കെ തിരയുന്നതിനിടയിൽ ഇവിടെ പല ഭരണകൂട ഭീകരതകളും തലപൊക്കും. ഇവിടെയാണ് നമ്മൾ രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസിന്റെ പിന്നാമ്പുറക്കഥകൾ തിരയേണ്ടത്. രാഹുൽ ഈശ്വറിനെ ഇത്തരമൊരു കേസിൽ കുടുക്കി ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാൻ ശ്രമിച്ചതിന്റെ കാരണമെന്ത്? രാഹുൽ മാങ്കൂട്ടം വിഷയം തികച്ചും രാഷ്ട്രീയമാണ്. അതിലെ സദാചാരവും തെറ്റും സ്ത്രീ പീഡനവുമൊക്കെ മാറ്റി നിർത്തിയാൽ ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ എന്ന അവതാരപ്പിറവിയിൽ പലരും നടുങ്ങി. രാഹുൽ അതിശക്തമായി പോരാടുന്ന കാഴ്ചയാണ് ഈ കേസിൽ നമ്മൾ കണ്ടത്. രാഹുൽ ഈശ്വറിൻ്റെ ശരിയും തെറ്റുമൊക്കെ വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. രാഹുൽ ഈശ്വർ അതിജീവിതയെ അധിക്ഷേപിച്ചോ എന്നതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷെ രാഹുൽ ഈശ്വർ ഒരിക്കലും ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ അയാളെ കാത്തിരിക്കുന്നത് 2 വർഷത്തെ തടവാണ്, ജാമ്യം ലഭിക്കുന്ന ശിക്ഷ. രാഹുലിനെ FIRൽ കുരുക്കി അറസ്റ്റ് ചെയ്ത് സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്ന കേസിൽ. എന്നാൽ പൊടുന്നനെ ഭരണകൂടവും പോലീസുമൊക്കെ തിരിച്ചറിഞ്ഞു ഈ കേസ് ദുർബലമാണ്, നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളും അയാളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളും ഫേസ്ബുക്ക് കുറിപ്പുകളുമൊക്കെ പരതി സ്ത്രീ അധിക്ഷേപം നടത്തി എന്ന് കണ്ടുപിടിച്ച് അയാൾക്കെതിരെ ആ കുറ്റം ചാർത്തി. ആ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് കോടതി തിരിച്ചറിയട്ടെ. രാഹുൽ തൻ്റെ പോരാട്ടത്തിനിടയിൽ അതിജീവിതയെ വെല്ലുവിളിച്ചു എന്നത് സത്യമാണ്. അതിജീവിതയ്ക്കെതിരെ രാഹുൽ ഈശ്വർ പലതും വെട്ടിത്തുറന്നു പറഞ്ഞു. അത് സത്യമാകാം, അസത്യമാകാം. ഇതിൽ സ്ത്രീ അധിക്ഷേപമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് നിയമ സംവിധാനങ്ങളാണ്. ഇപ്പോഴിതാ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീയും സന്ദീപ് വാര്യരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ പറപറക്കുകയാണ്. ഇതിന് പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ എന്ത്? ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. 1 വർഷം മുൻപ് സന്ദീപ് വാര്യർ താൻ പങ്കെടുത്ത ഒരു വിവാഹത്തിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നു. പിന്നീട് രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ പലതും വെട്ടിത്തുറന്ന് പറയുന്നതിനിടയിൽ 1 വർഷം മുൻപ് സന്ദീപ് വാര്യർ ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും ആ ഫോട്ടോ അയാൾ
ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു എന്നും വ്യക്തമാക്കുന്നു. ഇതിനെ തുടർന്ന് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിലേക്ക് ആളുകൾ ഇരച്ചു കയറി. ആ ഫോട്ടോ എന്ന് സംശയിക്കുന്ന ഫോട്ടോ അവർ കണ്ടെടുത്തു. പിന്നീടത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി. ഇതിനിടയിൽ ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ സന്ദീപ് വാര്യരെ ഉപദേശിച്ചു, ആ ഫോട്ടോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ സന്ദീപ് വാര്യർ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്ത വിവരം ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരെ അറിയിക്കുന്നു. ഇവിടെ എവിടെയാണ് ഇരയുടെ ഐഡന്റിറ്റി ഇവർ വെളിപ്പെടുത്തിയത്? ഈ കേസിൽ ഇപ്പോൾ സന്ദീപ് വാര്യരും പ്രതിയാണ്. അതിജീവിതയെ അപമാനിച്ചു എന്ന കേസിൽ പ്രതികളാക്കപ്പെട്ടവരുടെ എണ്ണം കൂടുന്നു. രഞ്ജിത പുളിക്കൻ എന്ന കോൺഗ്രസുകാരി, പിന്നെ ദീപ ജോസഫ് എന്ന സുപ്രീം കോടതി അഭിഭാഷക, സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ എന്നിവരെയൊക്കെ പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നു. ഈ കേസിൽ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പ് പിന്നീട് പങ്കുവച്ചതിൻ്റെ പേരിലാണ് രഞ്ജിത പുളിക്കൻ ഈ കേസിൽ പ്രതിയാകുന്നത്. രഞ്ജിത അതിജീവിതയെ വെല്ലുവിളിക്കുന്ന ചില പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ കൊടുത്തുവത്രേ. സന്ദീപ് വാര്യർ താൻ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്ന് വ്യക്തമാക്കുന്ന നിരവധി പോസ്റ്റുകൾ പിന്നീട് പ്രസിദ്ധീകരിച്ചു. എന്നിട്ടും സന്ദീപ് വാര്യരെ ഉന്നമിട്ട് പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് മുന്നിൽ. ചാനൽ ചർച്ചകളിലൊക്കെ അതിജീവിതയെ വെല്ലുവിളിച്ച രാഹുൽ ഈശ്വറിനെതിരെയുള്ള കേസ് ഒരുപക്ഷെ നിലനിൽക്കും. എന്നാൽ സന്ദീപ് വാര്യർ ഈ കേസിൽ എങ്ങനെ അടപടലം പെട്ടു? രഞ്ജിത പുളിക്കനും അഡ്വക്കേറ്റ് ദീപ ജോസഫുമൊക്കെ അതിജീവിതയെ വെല്ലുവിളിച്ചു, ചോദ്യം ചെയ്തു എന്നത് ശരി തന്നെയാണ്. എന്നാൽ അവർ ഒരിക്കലും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരുന്നില്ല. ന്യായമായും കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇരുവരും മുന്നോട്ട് വച്ചത്. ഇപ്പോൾ ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് പലതുകൊണ്ടും ദുർബലമാണ്. അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു തുടങ്ങിയ പരാതികളിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് AR ക്യാമ്പിൽ വെച്ച് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കൃത്യമായ നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് സംഘം നീങ്ങിയത് എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. ചോദ്യം ചെയ്യലിനിടയിൽ രാഹുൽ ഈശ്വറിനെ സ്ത്രീ അധിക്ഷേപവുമായി ബന്ധിപ്പിക്കുന്ന ചില തെളിവുകൾ പോലീസ് കണ്ടെത്തുന്നു. തുടർന്നാണ് അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. IT ആക്ട് 43, 66, BNS 72, 79 എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ദീപ ജോസഫ് 2ഉം 3ഉം പ്രതിയാണ്. സന്ദീപ് വാര്യർ 4ാം പ്രതി. രാഹുൽ ഈശ്വർ 5ാം പ്രതിയാണ്. 5ാം പ്രതിയെ തന്നെ ആദ്യം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വീറോടെ കളത്തിലിറങ്ങി പോലീസ്. വിവാഹ ചടങ്ങിൽ താൻ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഫോട്ടോ സംബന്ധിച്ച പോസ്റ്റ് ഇട്ടത് എന്ന് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നു. അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനല്ല താൻ. അതിൻ്റെ ടൈമിംഗ് ഒക്കെ സാങ്കേതിക വിദഗ്ധർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് DYFI ആണ് എന്ന് കരുത്തോടെ രാഹുൽ ഈശ്വർ ഇന്നലെ വൈദ്യപരിശോധനയ്ക്കിടയിൽ മാധ്യമപ്രവർത്തകരോട് തുറന്നടിച്ചു. ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് DYFI. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാട്ടി അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് കുറിപ്പുകളിട്ടു. തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് രാഹുൽ ഈശ്വർ മാധ്യമപ്രവർത്തകരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ വാദങ്ങളോട് നമുക്ക് യോജിക്കാം. എന്നാൽ അതിലപ്പുറം രാഹുൽ ഈശ്വർ മറ്റൊരു പ്രതീകമായി മാറിയിരിക്കുന്നു പലരുടെ മനസ്സിലും. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ കേസിനെ വിലയിരുത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്നത് 100% ശരി തന്നെയാണ്. എന്നാൽ അതിലപ്പുറം ഇരയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചോ എന്ന് വിലയിരുത്തേണ്ടത് സമൂഹവും ചാനൽ ചർച്ചയിൽ വരുന്ന പാനലിസ്റ്റുകളുമല്ല. അത് സത്യം തന്നെയാണ്. എന്നാൽ മറുവശത്ത് അതിഭീകരമായ മറ്റു ചില വസ്തുതകൾ നിലനിൽക്കുന്നില്ലേ? അതിലൊന്ന്, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിലെ ഇരയുടെ മൊഴി എങ്ങനെ പുറത്തു വരുന്നു? ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിരന്തരം അധിക്ഷേപിക്കുന്ന, ഏറ്റവും രൂക്ഷമായി പരിഹസിക്കുന്ന എത്രയെത്ര കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി വാദിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന ചോദ്യമാണ് രാഹുൽ ഈശ്വർ ഉയർത്തുന്നത്. പരാതിക്കാരിക്കെതിരെ സൈബർ ആക്രമണമുണ്ടായി എന്നതാണ് ഭരണകൂടത്തെയും സർക്കാരിനെയുമൊക്കെ അലട്ടുന്നത്. പരാതിക്കാരിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും ഭരണകൂടത്തിനുമുണ്ട് എന്ന് സർക്കാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു.
എന്നാൽ ഈ കേസിൽ മറ്റു ചില മാനങ്ങളുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ. അവിടെയാണ് സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നത്. വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന എത്രയെത്ര ഇരകൾ. അവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും ഭരണകൂടവും പോലീസും ഈ ശുഷ്കാന്തി കാട്ടിയില്ല? ഇവിടെ രാഹുലിനെ എറിഞ്ഞിട്ടോടിച്ചു വീഴിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലാഭം തന്നെയാണ്. ആ രാഷ്ട്രീയ ലാഭം മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുച്ചത്തിൽ നിലവിളിച്ചു പറയുന്നവരെ എന്തിന് നിങ്ങൾ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ ജയിലിലടയ്ക്കാൻ നോക്കുന്നു? രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകളിലും സംസാരങ്ങളിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നത് വ്യക്തമാണ്. അതിജീവിതയെ വെല്ലുവിളിച്ചു, അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തി എന്നതിലൊക്കെ വാസ്തവമുണ്ട്. എന്നാൽ അതിലപ്പുറം രാഹുൽ ഈശ്വർ പ്രതീകമാകുന്ന മറ്റു ചില കാര്യങ്ങൾ. അറസ്റ്റിലായി കസ്റ്റഡിയിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന് സമൂഹത്തിനിടയിൽ നിന്നുയരുന്ന പിന്തുണ ഇത് ഒന്നുകൊണ്ട് മാത്രമാണ്. സമൂഹമാധ്യമങ്ങളിൽ ചിലർ അവനെ കല്ലെറിയാൻ ആക്രോശിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനും ഒപ്പം നിൽക്കുന്ന നിരവധി ആളുകളെ നമുക്ക് സമൂഹമാധ്യമങ്ങളിൽ കാണാൻ കഴിയും. ആക്രമിക്കപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴുമൊക്കെ സമൂഹത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നു എന്ന സ്ഥിതിവിശേഷം അതുതന്നെയാണിവിടെ രാഹുൽ ഈശ്വറിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നിങ്ങൾക്ക് ഓടിച്ചിട്ട് പിടിക്കാം, അവരെ നിങ്ങൾക്ക് വേട്ടയാടാം, കാരാഗ്രഹത്തിലടയ്ക്കാം. പക്ഷേ പൊതുസമൂഹത്തിൽ ഉയരുന്ന ശബ്ദങ്ങൾ എങ്ങനെ നിങ്ങൾ നിയന്ത്രിക്കും? രാഹുൽ ഈശ്വറിന് മൈലേജ് നേടിക്കൊടുക്കാൻ മാത്രമായിരിക്കും ഈ അറസ്റ്റ് ഉപകരിക്കുക. നിയമത്തിന് മുന്നിൽ രാഹുൽ ഈശ്വറിന് രക്ഷപ്പെടാൻ ഒട്ടനവധി പഴുതുകളുണ്ട്. രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് മറ്റൊട്ടനവധി മാനങ്ങളിലേക്ക് കടക്കുന്നു. ഇവിടെ രാഹുൽ ഈശ്വർ ഉയർത്തിവിട്ട വാദം സമൂഹം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതിജീവിതയ്ക്കെതിരെ രാഹുൽ ഈശ്വർ എന്തു പറഞ്ഞു എന്നന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അതിൻ്റെ ന്യായാന്യായങ്ങൾ തിരയുന്നവരുടെ എണ്ണം കൂടുന്നു. ഇത് അതിജീവിതയ്ക്കെതിരെയുള്ള പോരാട്ടമല്ല, മറിച്ച് ചില ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് അവർ നടത്തിയത്. രാഹുൽ ഈശ്വറിലൂടെ സർക്കാരും പോലീസുമൊക്കെ ലക്ഷ്യമിടുന്നത് സന്ദീപ് വാര്യരുടെ അറസ്റ്റ് തന്നെ. സന്ദീപ് വാര്യർ രാഷ്ട്രീയമായി പലരുടെയും ലക്ഷ്യമാണ്. സന്ദീപ് വാര്യരുടെ അറസ്റ്റിലും ആഹ്ലാദിക്കുന്നവർ ഏറെയുണ്ടാകും. എന്നാൽ ഇവർ ഒരുമിച്ച് ഒരു പോരാട്ടത്തിനിറങ്ങുമ്പോൾ അതിൻ്റെ ശക്തി അത് മനസ്സിലാക്കിയാൽ സർക്കാരും പോലീസുമൊക്കെ സൂക്ഷ്മതയോടെ നീങ്ങണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ പോലെയുള്ളവരെ വീഴ്ത്തുക അത്ര എളുപ്പമല്ല. ദീപയുടെ വാക്കുകൾക്ക് ഇനിയും മൂർച്ച കൂടും. അതിവേഗമായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെയുള്ള നീക്കം. സൈബർ പോലീസ് വൈകിട്ട് രാഹുലിൻ്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിക്കുന്നു. ഫോണും ലാപ്ടോപ്പുമൊക്കെ ഹാജരാക്കണമെന്നും സൈബർ പോലീസ് പറയുന്നു. എയർ ക്യാമ്പിലെ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയതിന് തൊട്ടു പിന്നാലെ ചോദ്യം ചെയ്യൽ തുടങ്ങി. പിന്നീടാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതും അപ്പോൾ മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിലിനു വേണ്ടി നിരവധി പോസ്റ്റുകളിടുന്ന, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ കേസിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. എന്നാൽ രാഹുലിനെതിരെയുള്ള ഈ വേട്ട അത് അതിര് കടന്നതായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.